ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പത്രമാറ്റ് പുതിയ പ്രൊമോയില് നമ്മുടെ നയനയെ കോടതി വെറുതെ വിടുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ നയനയും ആദർശും നവീൻ വക്കീലും നന്ദുവും കൂടെ. അങ്ങനെ കോടതിയുടെ പുറത്ത് വെച്ച് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുവാട്ടോ. പിന്നീട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുവാണേ. അപ്പൊ നമ്മുടെ മുത്തശ്ശന്റെ അടുത്ത് പറയുന്നുണ്ട്, ഓ എന്നാലും നമ്മുടെ കുട്ടി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ നമ്മുടെ അനന്തമൂർത്തി സാറ്, നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് സാരില്ല, അത് നമ്മൾക്ക് സങ്കടം വരുത്തിയ പോലെ തന്നെ ആദർശിനെയും വളരെയധികം നോവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എത്രയും വേഗം ശത്രുക്കളെ കണ്ടെത്തുകയും അവർക്ക് തിരിച്ചടി കൊടുക്കുകയും അങ്ങനെ നമ്മുടെ ഈ തറവാടിലേക്ക് തിരികെ വരികയും ചെയ്യും എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബിയുടെ അടുത്ത് ജലജ പറയുകയാണ്, എടാ എല്ലാവർക്കും നിന്നെ ആ സംശയം, ആ കാറിന്റെ ഉള്ളില് കള്ളസ്വർണം വെച്ചതില്ലേ, ഇനി നിനക്ക് വല്ല പങ്കുണ്ടോ എന്നൊക്കെ നമ്മുടെ അബിയുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ അബി പറയുന്നുണ്ട്, ഒന്ന് പോമ്മേ, എനിക്ക് അത് അറിയാനും കൂടി പാടില്ല എന്ന് പറയുക കേട്ടോ. ലാസ്റ്റ് ഒരു ഇരുട്ടടി എന്നോണം നമ്മുടെ നവ്യ അച്ഛനെ, അതായത് നവ്യയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകള് പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലെ, അതിന് പിന്നാലെ ഞാനൊരു ഇരുട്ടടിയും കൂടി തരാം, നിങ്ങൾ ഇതും കൂടി അറിഞ്ഞോ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു ദുരന്ത വാർത്തയും കൂടി അറിയിക്കുന്നുണ്ട് നമ്മുടെ അച്ഛനെ കേട്ടോ. എന്തായാലും നവ്യയുടെ മനസ്സിനെ സമ്മതിക്കണം അല്ലെ, അച്ഛനും അമ്മയും അങ്ങനെ സന്തോഷിക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നവ്യ ഇപ്പോൾ അല്ലെ. കാത്തിരിക്കാട്ടോ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.